ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സമൂസ ബോക്സാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമൂസ ബോക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്ന സമൂസയിൽ നിന്നും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമാണ്. ഇഫ്താർ പാർട്ടികളിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റിയിട്ടുള്ളൊരു ഉഗ്രൻ സ്നാക്കാണ്. കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി സ്നാക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറിയ 2 സവോള ചോപ്പ് ചെയ്തിട്ടോ സ്ലൈസ് ചെയ്തിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കേട്ടോ. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു 2-3 ബീൻസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതോട് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ബീൻസിന് പകരം. പിന്നെ ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ തന്നെ ഒരു 1/2 പോർഷൻ എടുത്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പിന്നെ ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ ഇതാണ് ഇതിൻ്റെ പ്രധാന ഐറ്റം കേട്ടോ, പൊട്ടറ്റോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കംപ്ലീറ്റും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ആലു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്ത് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സമൂസയുടെ ഷീറ്റ് എടുത്തതിന് ശേഷം ഇതേപോലെ ക്രോസിന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബാലൻസ് വന്നിട്ടുള്ള രണ്ട് സൈഡില്ലേ ഈ ലീഫിൻ്റെ, ആ 2 സൈഡും ഈ ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു 4 സ്ലിറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാസ്ക്കറ്റിൻ്റെ ഒരു സ്റ്റൈൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് തിരിച്ചു മറി, അതായത് ഓൾട്ടർനേറ്റീവ്ലി 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ബാസ്ക്കറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ബാസ്ക്കറ്റിൻ്റെ ആ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന്. അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും 2 സമൂസ ലീഫ് എടുക്കുക. അതിനെ ഈ അറ്റത്തായിട്ട് രണ്ടും ഈ ഒരു ജോയിൻ വരുന്ന രീതിയിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ആ 2 സമൂസ ലീഫും ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കത്തില്ലേ ഓൾട്ടർനേറ്റീവിൽ, അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും കവറായിട്ട് വരും. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡ്സും കൂടി 2 സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൈദയാണ് കേട്ടോ, ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ പല സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു സമൂസ ലീഫ് യൂസ് ചെയ്തിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസയിൽ നിന്നും വളരെ വെറൈറ്റിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ബോക്സ് ടൈപ്പ് ആയല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇത് നോർമലി ഉള്ള ഒരു ബോക്സ് പോലെയും മറ്റത് ഒരു ബാസ്ക്കറ്റ് മോഡലിലുമാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടും നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്കിവിടെ പിന്നെ സമൂസ ലീഫിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. കാരണം നമ്മൾ സാധാരണ സമൂസയ്ക്ക് എടുക്കുന്നതിനേക്കാളും ഒരു സമൂസയ്ക്ക് 2 ലീഫ് വീതം നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ ഈ ഒരു സമൂസ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കടായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 3 എണ്ണം പോകും കേട്ടോ ഈ ഒരു ബാച്ചിൽ തന്നെ. അത്യാവശ്യം വലിയ സമൂസയാണ് കേട്ടോ ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം, അതായത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ലോ ടു മീഡിയം ആയിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എങ്കിൽ മാത്രമാണ് അതിൻ്റെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നോർമൽ ടൈപ്പിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതാണ് കേട്ടോ.
ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റൈലില്ലേ ഒരു ബാസ്ക്കറ്റ് മോഡലിലുള്ളത് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാണാൻ നല്ല രസമാണ്. ഇത് സത്യത്തിൽ നമ്മുടെ സ്നാക്കിൻ്റെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇത് സമൂസയാണെന്ന് കണ്ടാൽ ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ലൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സമൂസയാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ്സിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, ബീഫ് ആഡ് ചെയ്യാൻ പറ്റും, എഗ്ഗ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെറൈറ്റി സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു റമദാന് ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.